പാപ്പി അപ്പച്ച. അപ്പച്ചനോടോ അമ്മച്ചിയോടോ പാപ്പിക്ക് സ്നേഹം. അപ്പച്ചനോടല്ല, അമ്മച്ചിയോടാ പാപ്പിക്ക് സ്നേഹം. അപ്പച്ചനും കൂട്ടരും അമ്പിളിയമ്മാവനെ നോക്കി കുരയ്ക്കുന്ന പട്ടിയ. അപ്പച്ചനും കൂട്ടരും വേണേൽ രക്ഷപ്പെട്ട് പാകിസ്ഥാനിൽ പൊയ്ക്കോണം. ഇങ്ങനെയാ പാപ്പി പറയുന്നത്. അതേസമയം അപ്പച്ചൻ രണ്ടും കൽപ്പിച്ചാണ്. പാപ്പി മോനല്ലേ, എതിരായി ഒരൊറ്റ അക്ഷരം പറയില്ല. ഇപ്പോൾ അപ്പച്ചൻ പറയുന്നത് അനിൽ BJPയിൽ പോയപ്പോൾ ആദ്യം ഒന്ന് ഞെട്ടി, പിന്നെ പൊരുത്തപ്പെട്ടുവെന്ന്. മാത്രമോ BJP സ്ഥാനാർത്ഥിയും മകനുമായ അനിൽ ആൻ്റണിക്കെതിരെ പ്രചാരണത്തിന് ഇറങ്ങുമോ ഇല്ലയോ എന്ന് അപ്പച്ചൻ കൃത്യമായി പറയുന്നില്ല. പ്രചാരണം അവസാനിക്കാൻ ഇനിയും ദിവസങ്ങളുണ്ടല്ലോ എന്നായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അപ്പച്ചൻ്റെ പ്രതികരണം. മകനുമായി ഫോണിൽ സംസാരിക്കുന്നത് അങ്ങ് നിർത്തി. വീട്ടിൽ വരുമ്പോൾ വല്ലപ്പോഴും കാണാറുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം പത്തനംതിട്ടയിൽ പ്രചാരണത്തിന് ഇറങ്ങില്ലെന്ന് ആൻ്റണി അപ്പച്ചൻ നേരത്തെ പറഞ്ഞിരുന്നു. താൻ പോകാതെ തന്നെ ആൻ്റണി മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും. 2 തവണ കോവിഡ് വന്നത് അലട്ടുന്നുണ്ട്. യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്ന് ആൻ്റണി അപ്പച്ചൻ പറഞ്ഞത് ഇതാ. കൂടാതെ പാപ്പി മകനെ അല്പം നൈസായി ഒന്ന് വിമർശിക്കുകയും ചെയ്തിരുന്നു. കാരണം നൈസായി വിമർശിച്ചില്ലെങ്കിൽ ആളുകൾ എന്തോ പറയും. എന്നാൽ പാപ്പി പറയുന്നത് 2014 മുതൽ ജനം തള്ളിക്കളഞ്ഞ അപ്പച്ചനോട് സഹതാപമാണെന്നാണ്. കഷ്ടം. ഈ കോൺഗ്രസ്സുകാർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാമോ? 2014 മുതൽ അപ്പച്ചനെ തള്ളിക്കളഞ്ഞില്ലേ? 2014 മുതൽ അപ്പച്ചൻ വീട്ടിലിരിപ്പാ. ഒരു സ്ഥാനത്തും ഇല്ല, കേന്ദ്രത്തിലില്ല, കേരളത്തിലില്ല, പോയിട്ടൊരു വാർഡിൽ പോലുമില്ല. പാവം. ജൂൺ 4-ന് മോദി വീണ്ടും പ്രധാനമന്ത്രിയാകുമെന്നാണ് പാപ്പിമോൻ പറയുന്നത്. ഇത് കണ്ട് ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന പട്ടികളെ പോലെ കാലഹരണപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ കുരച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ കൂടെ അപ്പച്ചനും ഉണ്ടായിരിക്കും. മുൻ പ്രതിരോധ മന്ത്രിയായ അപ്പച്ചൻ രാജ്യവിരുദ്ധനായ ആൻ്റണിക്ക് വേണ്ടി സംസാരിച്ചപ്പോൾ വിഷമം തോന്നി. രാജ്യവിരുദ്ധ നയങ്ങൾ എടുക്കുന്നത് കൊണ്ടാണ് ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് കോൺഗ്രസിനെ ഇന്ത്യൻ ജനത ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞതെന്നും പാപ്പിമോൻ പറഞ്ഞു. ഒരു സംശയം, പാപ്പിമോനെയാണോ അപ്പച്ചനെയാണോ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടത്? ഇപ്പോഴാണെങ്കിൽ നടന്നു പോകും, അല്പം കൂടി കഴിഞ്ഞാൽ ആംബുലൻസിലും കയറില്ല. കഷ്ടം. ഒരു രാജ്യത്തിലെ മതങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കുക, സംസ്ഥാനങ്ങളെ തമ്മിലടിപ്പിക്കുക, ജനങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കുക. വന്ന് കേരളത്തിലെ ഏറ്റവും സീനിയർ മുഖ്യമന്ത്രിമാരായ കെ കരുണാകരൻ്റെയും AK ആൻ്റണിയുടെയും വീടുകളിൽ കയറിപ്പറ്റി അവിടെ കൂട്ടയടി നടത്തിക്കുക. വെറുപ്പും വിദ്വേഷവും പ്രതികാരവും ഒന്നും ഒരിക്കലും അന്തസ്സുള്ള രാഷ്ട്രീയ സംഹിതയല്ല. ഈ കാവടിയും തരികിടയും ഒക്കെ ബുദ്ധിയും വിവരവുമുള്ള വകതിരിവുമുള്ള ഭൂരിപക്ഷം ഇന്ത്യക്കാർ കണ്ണും കാതും തുറന്ന് മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഓർത്തിരുന്നു.